എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഡെഫി ടാക്കോമീറ്ററും അതേപോലെ ഡെഫിയിലെ നമ്മളെ സിംഗിൾ മീറ്റർ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫി അഡ്വാൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ നമ്മൾ HKSന്റെ നമ്മളെ പില്ലർ മീറ്ററും അതേപോലെ തന്നെ ഡാഷ്ബോർഡ് മീറ്ററാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് സെറ്റ് ചെയ്തത് ഡെഫിയിലെ തന്നെ, അതായത് ഡെഫിയിലെ തന്നെ ഡാഷ്ബോർഡ് മീറ്ററും അതേപോലെ തന്നെ നമ്മൾ ഡെഫിയുടെ വലിയ ടാക്കോമീറ്ററാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഡാഷ്ബോർഡിലും വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് പില്ലറിലായിട്ടും സെറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഇതിൻ്റെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇതിനകത്ത് 2 കളർ അവൈലബിൾ ആണ്, റെഡ് ആൻഡ് വൈറ്റ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതിനകത്ത് നോയ്സ് ഉണ്ടാവും കേട്ടോ, അതായത് നമ്മളെ ഈ ഓവർ ഹീറ്റ് വരുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ബാറ്ററി വോൾട്ട് അധികമായാലും കുറഞ്ഞാലും അതേപോലെ ടാക്കോൽ ഓവർ ആയാലും ഒക്കെ നമുക്ക് ഇതിനകത്ത് ബസറും കാര്യങ്ങളൊക്കെ നമ്മളെ ഡെഫിക്കകത്ത് വരും. പക്ഷേ HKS ഒരു 3 എണ്ണം മേടിക്കുന്ന പൈസയാവും, ഇത് ഒരു എണ്ണം മേടിക്കാനായിട്ട് അത്രയ്ക്ക് കോസ്റ്റും ഉണ്ട് കേട്ടോ ഈ ഡെഫിക്ക്. അതായത് സിംഗിൾ മീറ്റർ ആണ്. പിന്നെ നമ്മളെ വലിയ ഡെഫി, അത് അഡ്വാൻസ് ആണ് കേട്ടോ ഡെഫിയുടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഡ്വാൻസ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. കാര്യം നമുക്ക് കംപ്ലൈൻസ് ഇല്ല, അതേപോലെ തന്നെ പക്ക പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നല്ല ക്ലീൻ പീസ് ആയിരിക്കും, അതും ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ആയിരിക്കും, ഒറിജിനലായിരിക്കും ഡെഫി. ഈ ഒരു ഒറിജിനൽ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമുക്ക് ഇലക്ട്രിക് ആണ് വരുന്നത്, മനസ്സിലായി. അത് ഡിജിറ്റലിൻ്റെ ടാക്കോമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാം. ജസ്റ്റ് കാണിച്ചില്ലല്ലോ കേട്ടോ, പിന്നെ ജസ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. മനസ്സിലാ, നമ്മളെ ഡെഫിയിലെ അഡ്വാൻസ് ആണ്. ഇത് ഒട്ടുമിക്ക വീഡിയോക്കകത്ത് നമ്മളിത് ചെയ്തിട്ടുള്ളതാണ്, അൺബോക്സിങ് കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്, സിഗ്നൽ ലൈറ്റും അതേപോലെ നമ്മളെ പീക്ക് സെറ്റിങ്സും കാര്യങ്ങൾ എല്ലാം വരും കേട്ടോ ഇതിൻ്റെ കൂടെ. പിന്നെ അതിൻ്റെ ഫുൾ വയറിങ് കിറ്റ്. നമുക്ക് ഇതിനെയൊന്നും ഇനി ആവശ്യമില്ല, നമ്മൾ നേരെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകും. പിന്നെ പാക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് കീറിക്കളാം. സ്റ്റാൻഡ് ഉറപ്പിക്കാനായിട്ടുള്ള സ്ക്രൂ കാര്യങ്ങൾ എല്ലാം വരും കേട്ടോ ഇതിൻ്റെ കൂടെ. ഇതിൻ്റെ വയറിൻ്റെ ക്വാളിറ്റി ഉണ്ടോ, നല്ല ടോപ്പ് ക്വാളിറ്റി വയറാണ് ഇതിനോട് വരുന്നത്. നമ്മൾ സാധാരണ എടുക്കുന്ന ഡെഫിക്കകത്തൊന്നും ഇത്രയും ക്വാളിറ്റി വരുന്നില്ല. പിന്നെ വരുന്ന ഞാൻ മിക്കുള്ള ടൈമിലും നമ്മളെ സ്മോക്ക് ഗ്ലാസ് വരുന്ന ഡെഫി ഞാൻ ഒഴിവാക്കിയതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ വയർ ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഇഷ്യൂ കൊണ്ടിട്ടാണ് ഞാനിത് ഒഴിവാക്കിയത് പോലും. ഞാൻ ഡെഫിയുടെ അഡ്വാൻസ് ചെയ്യുന്ന കാര്യം ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയാണ് ഡെഫിയുടെ. നമുക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് എടുക്കാം, ഒരു കംപ്ലയിൻസോ കാര്യങ്ങളോ ഇല്ല. നമുക്ക് മൾട്ടി ഷെയ്ഡാണ്, പക്കയാണ്, അത്യാവശ്യം നല്ലൊരു സ്പോട്ടി ലുക്ക്. മനസ്സിലാവും. ഞാൻ ഇത് നമ്മളെ ഡെഫിയുടെ തന്നെ നമ്മളെ സിംഗിൾ മീറ്ററാണ്. അതായത് നമ്മളെ പില്ലറിൽ വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡാഷ്ബോർഡിൽ വയ്ക്കാം. ഇതിനൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതിനകത്ത് നമുക്കൊരു സെറ്റ് സ്വിച്ച് വരുന്നുണ്ട്. ഇത് നമുക്ക് ഫുൾ സ്മോക്കിലാണ് വരുന്നത്. ഇതിനകത്തൊരു ട്രാൻസ്പറൻറ്റ് ഗ്ലാസ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് റെഡ് വൈറ്റ് കളർ, നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ചോയ്സ് ചെയ്യാം, റെഡ് അല്ലെങ്കിൽ വൈറ്റ്. ഇത് ക്ലിയർ വൈറ്റ്, അതായത് ക്ലിയർ വൈറ്റ് അല്ല ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിനകത്തൊരു ബ്ലൂ ഷെയ്ഡ് അവിടെ വന്നിരിക്കുന്നത്, ഒരു വൈറ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ആക്സസറീസായിട്ട് ഇതിൻ്റെ ഒരു കേസാണ്. നേരത്തെ ഇതിൻ്റെ അകത്തൊരു ക്യാപ്പ് വരുമായിരുന്നു, ഒരു തൊപ്പി കണക്കൊരു ക്യാപ്പ് വരുമായിരുന്നു. പക്ഷേ അതിപ്പോൾ വരുന്ന ഡെഫിക്കകത്ത് ഒന്നിനകത്തും ഇല്ല കേട്ടോ. അത് ആദ്യത്തെ പ്രോഡക്റ്റാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇതിനകത്തൊരു സപ്പോർട്ടിങ് കേബിളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. നമുക്കതാ കണ്ടില്ലേ, ഈ ഒരു കേബിളിൻ്റെ സപ്പോർട്ടിങ് കേബിളാണ്. നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കേബിളിനെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡെഫി ഇത് തന്നിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് നമുക്ക് ബാറ്ററി വോൾട്ട് കറക്റ്റ് കാണിക്കും. ബാറ്ററി വോൾട്ട് നമുക്ക് കൂടുതൽ വന്നാലും, അതേപോലെ വണ്ടി ഓണാകുന്ന സമയത്ത് 12 വോൾട്ട് ആയിരിക്കും. വണ്ടി സ്റ്റാർട്ടാകുന്ന നേരത്ത് ചിലർക്ക് 13 പോകും, ചിലപ്പോൾ 14 വോൾട്ട് പോകും. അതിന് മുകളിലോട്ടായാലും ഈ 12 താഴോട്ട് വന്നാലും നമുക്ക് ഇതിനകത്ത് ബസറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാ, കണ്ടില്ലേ, ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് വയറും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യുന്നത് സ്വിഫ്റ്റിലാണ്. അപ്പോൾ സ്വിഫ്റ്റിൻ്റെ മനസ്സിലാവാ, നമ്മളെ പില്ലറിനകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വിൽക്കാനായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളെ അഡ്വാൻസ് നമ്മൾ ഈ ഒരു പോർഷനിലായിട്ടാണ് സെറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. ഇവിടെ കറക്റ്റ് വന്നിട്ട് ആ ഡ്രൈവറിന് ഫോക്കസ് ചെയ്യുന്ന രീതിയിലായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വയറും കാര്യങ്ങളെല്ലാം ഞാൻ വലിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റീരിയോ റിമൂവ് ചെയ്യണം, അപ്പോൾ സ്റ്റീരിയോ ബാക്കിലായിട്ട് കൊടുക്കാം. പിന്നെ ഡെഫിക്കകത്ത് തന്നെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അന്ന് നമുക്ക് പാർക്കിൽ കൊടുത്ത് നമുക്ക് റെഡ് കളർ നൈറ്റ് യൂസ് ചെയ്യാനായിട്ട് ഇതിനകത്ത് റെഡ് കളർ വരും, നമുക്ക് വൈറ്റും വരും. അപ്പോൾ വൈറ്റ് നമ്മൾ ഡെയിലി കൊടുത്തതിന് ശേഷം നൈറ്റ് നമ്മൾ പാർക്ക് ഓണാക്കാൻ നേരത്ത് റെഡ് വരുന്ന ഓപ്ഷനിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ
ഡിഫി ടാക്കോമീറ്റർ അതേപോലെ നമ്മളെ പില്ലർ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡിഫി നമുക്ക് അഡ്വാൻസ് ആണ് ചെയ്തിരിക്കുന്നത്. അഡ്വാൻസിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് നമ്മൾ 2 സ്വിച്ചും കൂടെ നെക്കി പിടിക്കുക. അപ്പോൾ നമുക്ക് അതിനകത്ത് പീക്ക് സെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിനകത്ത് മേളത്തെ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് കാര്യങ്ങൾ കുറേ കൂട്ടാനും എല്ലാം സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് എത്രയിൽ കൊണ്ടിടണോ, അതായത് നമ്മുടെ സിലിണ്ടർ എത്രയാണെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പം ഈ വണ്ടി വന്നിട്ട് സ്വിഫ്റ്റാണ്, അപ്പോൾ ഇതിൻ്റെ കണക്കാക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. ഞാൻ ഇതിനകത്ത് ഇപ്പം കൊണ്ടിട്ടിരിക്കുന്നത് നോർമലി നമുക്കിതെല്ലാം കൂടെ വന്നിരിക്കുന്ന ഒറ്റ മെയിനായിട്ടാണ് ECM എന്ന്. അപ്പോൾ ഞാൻ 0 എന്ന് മാറ്റി 1-ലാണ് ഇട്ടിരിക്കുന്നത്. 1-ലിട്ടങ്ങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി റീസെറ്റ് ആവും. അതിനുശേഷം നമ്മൾ മേളത്തെ ബട്ടൺ നെക്കി പിടിക്കുക. അപ്പോൾ ഇത് വന്ന് കിടക്കുന്നുണ്ടോ 4-ലാണ് നിൽക്കുന്നത്. ഈ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ഓഫിൻ്റെ ലൈൻ എത്രയിലാണ് കത്തേണ്ടത്. ഈ കിടന്ന ലൈറ്റ് ഈ പച്ച കളർ മാറി അത് ചുവപ്പ് കളറിലോട്ട് മാറാനായിട്ടുള്ള സംഭവം ചോദിച്ചാൽ, അതായത് നമ്മൾ RPM, അതായത് എത്രയിലാണ് നമുക്ക് മാറേണ്ടതെന്നുള്ള രീതിയിലായിട്ടാണ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ ജസ്റ്റ് ഒന്ന് കൊടുത്ത് കാണിച്ചു തരാം. അതുപോലെ നമ്മളെ ഡെഫി കണ്ടോ, നമ്മളെ ഡെഫിയുടെ മീറ്ററാണ്. നമ്മൾ നേരത്തെ ഡെഫിയിൽ നമ്മളധികം ചെയ്തിട്ടില്ല. നമ്മൾ ആഹപ്പാടര് ചെയ്തിട്ടുള്ളത് നമ്മളെ HKS ആണ്. അപ്പോൾ HKSനെ കണക്ക് നമുക്ക് ഇതിനകത്ത് പ്രോപ്പറായിട്ട് വർക്കാക്കണമെങ്കിൽ ഡെഫി മാത്രമേ പറ്റത്തുള്ളൂ. ഡെഫിയിൽ നമുക്ക് കറക്റ്റ് പക്കായിട്ട് നമുക്ക് കിട്ടും. അതേപോലെ വാട്ടർ ടെമ്പറേച്ചറും കൊടുക്കാം, ഓയിൽ ടെമ്പറേച്ചറായിട്ടും കൊടുക്കാം. അതേപോലെ നമ്മളെ ബാറ്ററി വോൾട്ട് മാക്സിമം നമ്മളെ വണ്ടി ചാവി ഓണാൻ നേരത്ത് 12 ആണ് നമുക്ക് നിൽക്കേണ്ടത്. അതായത് 12 വോൾട്ടാണ് നിൽക്കേണ്ടത്. വണ്ടി സ്റ്റാർട്ടായി കഴിയാൻ നേരത്ത് 13-ന് മുകളിൽ ചെന്നാൽ മാത്രമേ നമ്മളെ ഈ ഒരു വാണിംഗ് മാറത്തുള്ളൂ. അങ്ങനെയാണ് ഇതിനകത്ത് ഡെഫിക്കകത്ത് വരുന്നത്. കാര്യം നമ്മളെ വോൾട്ട് വണ്ടി സ്റ്റാർട്ടിങ് ടൈമിൽ റണ്ണിങ് ടൈമിൽ 14 വോൾട്ട് വണ്ടിക്കകത്ത് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഡെഫി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ആവത്തുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ അലാറം അടിച്ച് ഇതേപോലെ ഇങ്ങനെ ലൈറ്റ് ഓണും ഓഫായി ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇതിനകത്ത് വേറെ പ്രത്യേകത. അതേപോലെ നമുക്ക് ഈ ഡെഫിക്കകത്ത് നമുക്ക് കളർ ചേഞ്ചിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ നമ്മളെ ഈ ഡെഫിക്കകത്തും കളർ ചേഞ്ചിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് മൾട്ടി ഷെയ്ഡ് കളർ കാര്യങ്ങളൊന്നും അല്ല. നോർമലായിട്ടും തന്നെ നമുക്ക് ഇതിനകത്ത് റെഡ് കളറിലോട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ ഡേ ടൈമിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു നമ്മളെ നേവി ബ്ലൂ കളറാണ് ഇതിനകത്ത്. വൈറ്റ് അല്ല, നേവി ബ്ലൂ കളറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആ ഒരു കളറാണ് വന്നിരിക്കുന്നത്. പക്ഷേ നൈറ്റ് പാർക്ക് ഓൺ ആകുന്ന നേരത്ത് ഇത് നേരെ റെഡിലോട്ട് മാറും. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പാർക്ക് ഒന്ന് ഓണായി കാണിച്ചത് കണ്ടില്ലേ, റെഡിലോട്ട് മാറിയുണ്ടോ. അപ്പോൾ ഇത് റെഡിലോട്ട് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഡെഫിക്കകത്ത് നമുക്ക് അതേപോലെ മാറ്റാൻ പറ്റും. ഡബിൾ ടാപ്പ് ചെയ്യുക, എന്നിട്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഡബിൾ ടാപ്പ് ചെയ്തതിനു ശേഷം താഴത്തെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ടാപ്പിനകത്ത് മാറും. ഇത് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് ഓപ്ഷനാണ്. ഡബിൾ ടാപ്പ് നോർമലി ചെയ്തിട്ട് താഴോട്ട് പ്രസ് ചെയ്യാതെ മേളിൽ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ നമുക്ക് റീസെറ്റ് ഓപ്ഷനിലോട്ട് പോകും. ഏകദേശം ഒരു 30 സെക്കൻഡുകളിൽ എടുക്കും ഇതിൽ നിന്ന് മാറി നോർമലിലേക്ക് തന്നെ വന്ന് നിൽക്കാനായിട്ട്. ഫുൾ അങ്ങ് റീസെറ്റ് ആവും. പിന്നെ നമ്മൾ എങ്ങനെയാണ് ആദ്യം പ്രോഗ്രാം ചെയ്യേണ്ടത് അതേപോലെ പ്രോഗ്രാം ചെയ്തെടുക്കേണ്ടി വരും. വേണ്ട, ഡബിൾ ടാപ്പ് ചെയ്യുക, താഴെ നമുക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ബ്രോയ്ക്ക് അത് കളറാണ്ട് റെഡ്. അപ്പോൾ നൈറ്റ് റെഡ് കളർ. കാര്യം നമ്മളെ ഡെഫിയും നമ്മളെ പില്ലർ ഡെഫിയും അതേപോലെ നമ്മളെ സെൻറ്റർ ഡെഫിയും നമ്മൾ ഇതിനകത്തോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് റെഡിലോട്ടാണ് മാറ്റിയിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ മാറുകയും ചെയ്യും. അതേപോലെ രണ്ടിലും റേഡിങ് കാണിച്ചിരിക്കുന്നത് സെയിം ടു സെയിം ആണ് റേഡിങ് കാണിച്ചത്. കണ്ടില്ലേ, ഇതിനകത്ത് റേഡിങ് കാണിച്ചിരിക്കുന്നതാ നമ്മളെ ഡെഫിക്കകത്ത് റേഡിങ് കാണിച്ചിരിക്കുന്നതും നമ്മളെ വണ്ടിക്കകത്ത് റേഡിങ് കാണിച്ചിരിക്കുന്നതും സെയിം ടു സെയിം ആണ്. അതായത് 900 RPM താഴെയാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡെഫി സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ECM എന്നാണ് നമ്മൾ ലൈൻ എടുത്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ലൈനിൻ്റെ കളറും കാര്യങ്ങളൊന്നും കാണിച്ചു തരത്തില്ല. നിങ്ങൾ അതിൻ്റെ കാര്യം ചോദിച്ച് എന്നെ വിളിക്കാൻ ചെറിയ ഞാൻ പറഞ്ഞു തരില്ല. അത് ഞാൻ എപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ അല്ലേ അതിനകത്ത് നിന്നാണ് വയറും കാര്യങ്ങളൊക്കെ ഇട്ടെടുത്തത്. അതായത് നമ്മൾ ECM എന്നാണ് ഞാൻ ലൈൻ എടുത്തിരിക്കുന്നത്. പിന്നെ അത് സെറ്റ് ചെയ്യാനായിട്ടൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അല്ലാതെ 2 ലൈൻ വലിച്ചിട്ടിരിക്കുന്നുണ്ട്. എന്ന് ഞാൻ ടെമ്പറേച്ചറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡെഫിക്കകത്ത് ടെമ്പറേച്ചർ ഓയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ വാട്ടർ ടെമ്പറേച്ചർ ആയിട്ട് യൂസ് ചെയ്യാം. നമ്മളാ ഈ ടെമ്പറേച്ചർ കേജുണ്ട്. ഇതിനകത്ത് ഞാൻ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ഓയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ വാട്ടർ ടെമ്പറേച്ചർ കൊടുക്കാനായിട്ട് ഈ 2 വയർ കൊടുക്കണം. നമ്മൾ സാധാരണയൊക്കെ HKSനകത്ത് സിംഗിൾ ലൈനാണ് വരുന്നത്. ഇതിനകത്ത് ഡബിൾ ലൈനാണ് വരുന്നത്. 2 ലൈനും കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഡെഫി പ്രോപ്പറായിട്ട് വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ ഇതും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ഡെഫിക്കകത്ത് വർക്കാവുക തന്നെ ചെയ്യും. യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉള്ളതല്ല കേട്ടോ ഡെഫി വരുമ്പോൾ. പിന്നെ നമ്മളെ ഡെഫി ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ HKSൻ്റെ 3 മീറ്റർ ഓടിക്കുന്ന പൈസ ആകുമ്പോൾ ഇത് ഒരെണ്ണം മേടിക്കാൻ അത്രയ്ക്ക് കോസ്റ്റ് ഉണ്ട് ഈ ഒരു സംഭവത്തിനകത്ത്. നല്ല മാരക റേറ്റാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയറിനകത്ത് നമ്മൾ ഡെഫിക്കകത്ത് ഫുള്ള് നമ്മൾ റെഡ് കളറോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഈ ടെമ്പറേച്ചറും നമ്മൾ അതേപോലെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ,
ഹീറ്റ് നമുക്ക് ഓരോ പോയിന്റ് കണക്കായിട്ടാണ് കാണിക്കുന്നത്. അതായത് നമ്മളെ വണ്ടിയുടെ ഹീറ്റും നമ്മളെല്ലാ കൊടുക്കുന്ന ഹീറ്റും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നമുക്ക് കൂടുതലായിട്ട് കാണിക്കും. നമ്മൾ ആ ഒരു ഹീറ്റ് പോയിന്റിനകത്ത് കറക്റ്റ് ഹീറ്റ് നല്ലൊരു നമ്മളൊരു ഹീറ്റർ വെച്ച് അടിച്ചാൽ പോലും നല്ല ഹീറ്റ് ഇതിനകത്ത് കാണിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ഹീറ്റിൻ്റെ ലൈനൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു, അതെല്ലാം കൊടുത്ത് ഫുള്ള് വർക്കിംഗ് ആണ്. നമ്മളിതിനകത്ത് ഡെഫി ടാക്കോമീറ്റർ ആയാലും കണ്ട. അപ്പോൾ അതിനകത്ത് വാണിംഗ് നമ്മൾ ഡെഫിക്കകത്ത് വാണിംഗ് ആണെങ്കിൽ നമുക്ക് അതിനകത്തും വാണിംഗ് ചെയ്തതിനു ശേഷം അതും ബസർ ചെയ്യും. അതേപോലെ നമ്മൾ ഈ ഡെഫിയും നമുക്ക് വാണിംഗ് അന്ന് നമുക്ക് വാണിംഗും കാര്യങ്ങളൊക്കെ കാണിക്കും കേട്ടോ. അതേപോലെ നമ്മൾ അതിനകത്ത് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഡെഫിയുടെ ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെഫിയുടെ തന്നെ ഡാഷ്ബോർഡ് മീറ്ററാണ് ഇത്. നമുക്ക് പില്ലറിലും വയ്ക്കാം, ഡാഷ്ബോർഡിൽ സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് 2 കളർ ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്കൊന്ന് നോർമൽ നമ്മളെ ഡെഫിയും അതേപോലെ നമ്മളെ പില്ലർ ഡെഫി അല്ല, നമ്മുടെ ഡാഷ്ബോർഡ് ഡെഫിയാണ്. അത് പില്ലറിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള വേറെ സംഭവം. അപ്പോൾ നമ്മൾ അതിനകത്ത് ഫുള്ള് സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിന് പാർക്ക് ഓൺ ആക്കാൻ നേരം നമുക്ക് റെഡ് കളറിലോട്ട്, നമുക്ക് പാർക്ക് ഓഫ് ആക്കാൻ നേരം വൈറ്റ് കളറിലോട്ട് നമുക്ക് ചോയ്സ് ചെയ്തതാണ്. അത് നമുക്ക് ഓരോ ഇഷ്ടാനുസരണം നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ നമ്മളെ കൊടുത്തിരിക്കുന്ന ഹീറ്റ് ടെമ്പറേച്ചറും വാട്ടർ ടെമ്പറേച്ചർ, അതായത് നമ്മൾ വാട്ടർ ടെമ്പറേച്ചർ ഹീറ്റ് ടെമ്പറേച്ചർ അത് ഓയിൽ ടെമ്പറേച്ചർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, വാട്ടർ ടെമ്പറേച്ചർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് അതിനകത്ത് മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഡെഫി പക്ക പ്രോപ്പറായിട്ട് വർക്കാം. പില്ലറിന്റെ ഡെഫിക്ക് അതായത് ഡാഷ്ബോർഡിൽ കൊടുത്തിരിക്കുന്ന ഡെഫിക്ക് പോരും നമ്മളെ ചെറിയ ഡെഫിയില്ലേ, സിംഗിൾ മീറ്റർ ഡെഫിക്കകത്ത് പോരും നമുക്ക് വാണിംഗ് സിഗ്നൽ ഉണ്ടെന്നുള്ളത് വേറൊരു സംഭവം കേട്ടോ. അതിനകത്ത് നമ്മളെ നോർമല് നമ്മൾ HKS പോലും വാണിംഗ് സിഗ്നൽ ഒന്നുമില്ല. പക്ഷേ ആ ഒരു പ്രൈസിന് മേടിക്കാൻ തരുന്നത് നമ്മൾ ഓൾറെഡി ഹാപ്പിയാണ്. കാര്യം അത്രയും ക്വാളിറ്റി തരുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ വാണിംഗ് സിഗ്നൽ എല്ലാത്തിനും വാണിംഗ് സിഗ്നൽ ഉണ്ടെന്നുള്ളതാണ് വേറൊരു കേസ്. ഹീറ്റ് കൂടുതലായാലും നമുക്ക് വാണിംഗ് തരും. ബാറ്ററി ലോ ലെവലായാൽ പോലും നമുക്ക് വാണിംഗ് തരും. ബാറ്ററി നമുക്ക് 12 വോൾട്ടിന് മേളിലായാലും മാത്രമേ വാണിംഗ് സിഗ്നൽ ഓഫ് ആകത്തുള്ളൂ. അത് വേറെ ഒന്നും കൊണ്ടല്ല, വണ്ടി സ്റ്റാർട്ട് ആകുന്നത് നമുക്ക് 14 വോൾട്ടിലോട്ട് പോകണം. വണ്ടി ഓഫായി ഇറങ്ങുമ്പോൾ 12 വോൾട്ടിലാണ് കറക്റ്റ് നിൽക്കേണ്ടത്. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് 14 വോൾട്ടിൽ നമുക്ക് 30 വോൾട്ട് ആയാൽ പോലും നമുക്ക് അതിനകത്ത് ബസർ അറിയിച്ചു തുടങ്ങും. കാര്യം നമുക്ക് ബാറ്ററി വോൾട്ട് കറക്റ്റ് അല്ല എന്നുള്ളത് നമുക്ക് സിഗ്നൽ നമുക്ക് മുൻകൂട്ടി തരുന്ന ഒരു ഓപ്ഷനാണ് ഡെഫി ചെയ്തിരിക്കുന്നത്. അതേപോലെ വലിയ ഡെഫി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഡെഫി അഡ്വാൻസ് ആണ് ചെയ്തിരിക്കുന്നത്. അതും നമുക്ക് ഏകദേശം 7 ഷെയ്ഡ് മൾട്ടി ഷെയ്ഡ് കളറിലാണ് നമുക്ക് അവൈലബിൾ. അപ്പം നമ്മൾ ആ വീഡിയോസ് ഉണ്ട് എല്ലാ സുഹൃത്തുക്കളും മറക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ബൈ.